നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഒരു ബൃഹത്തായ സംരംഭമാണ്. 32 ടീമുകൾ മത്സരിക്കുന്ന ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ്. സാധാരണ ഫിഫ വേൾഡ് കപ്പ് എങ്ങനെയാണോ നടത്തപ്പെട്ടിരുന്നത് അതുപോലെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തെ മികച്ച 32 ക്ലബ്ബുകൾ മാറ്റുരക്കും. അങ്ങനെ ആ ടീമുകളെ 4 ടീമുകൾ ഉൾപ്പെടുന്ന 8 ഗ്രൂപ്പാക്കി മാറ്റും. അതിൽ നിന്ന് വിജയിക്കുന്ന 2 ടീമുകൾ, ഓരോ ഗ്രൂപ്പിലെയും 2 ടീമുകൾ പ്രീ ക്വാർട്ടറിലേക്ക് അടക്കും. ഇങ്ങനെയൊക്കെ വളരെ മികച്ച രൂപത്തിൽ നടത്താൻ പോവുകയാണ്. ഫിഫ കാര്യം ഒഫീഷ്യലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിൻ്റെ തീയതി അടക്കം പറഞ്ഞു. ജൂൺ ജൂലൈ മാസങ്ങൾ 2025 ജൂൺ ജൂലൈ മാസങ്ങളിലാണ് USA വെച്ചിട്ട് ആ കളി നടക്കുക. ആ കളിക്ക് യോഗ്യത ലഭിക്കണമെങ്കിൽ അൽ നസർ എന്ത് ചെയ്യണം? ഓൾറെഡി കുറേ ടീമുകൾ യോഗ്യത ഉറപ്പാക്കിയിട്ട് അതിൽ അൽ നസർ ഇല്ല. അത് ശ്രദ്ധിക്കുക. ഓൾറെഡി ഉറപ്പാക്കിയിട്ടുള്ള ഇപ്പം നമുക്കറിയാമല്ലോ, യൂറോപ്യൻ ക്ലബ്ബുകളായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും ചെൽസിയും ഒക്കെ യോഗ്യത ഉറപ്പാക്കിയവരാണ്. അതേസമയം ബ്രസീലിൽ നിന്ന് ഫ്ലുമിനൻസും ഫ്ലമിംഗോയും ഒക്കെ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് അൽ ഹിലാൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അൽ നസറിന് എങ്ങനെ യോഗ്യത ലഭിക്കും? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. AFCക്ക് ഉള്ള സ്ലോട്ടുകളിൽ 4 സ്ലോട്ടുകൾ. ഒന്ന്, അൽ ഹിലാൽ ഓൾറെഡി 2021 AFC ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് എന്ന രൂപത്തിൽ എത്തിക്കഴിഞ്ഞു. 2, ഉറാവ റെഡ്സ്, ഉറാവ റെഡ് ഡയമണ്ട്സ്. അവർ ജാപ്പാനീസ് ക്ലബ്ബാണ്. 2022 AFC ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് എന്ന രൂപത്തിൽ അവരും ഓൾറെഡി യോഗ്യത ഉറപ്പാക്കി. ഇനി ഈ 2023-24 AFC ചാമ്പ്യൻസ് ലീഗിലെ വിന്നേഴ്സിന് യോഗ്യത നേടാം. അപ്പോൾ അൽ നസറിന് അവിടെ സാധ്യതയുണ്ട്. ഇത്തവണ AFC ചാമ്പ്യൻസ് ലീഗിൽ വിന്നേഴ്സ് ആകണം. അല്ലെങ്കിൽ പിന്നെ റാങ്കിങ് പാത്വേ ഉണ്ട്. ഒരു സ്ലോട്ട് റാങ്കിങ് പാത്വേയിലൂടെയാണ്. പക്ഷേ റാങ്കിങ് പാത്വേയിൽ നോക്കുമ്പോൾ ഇപ്പോൾ മുന്നിലുള്ളത് കൊറിയൻ ക്ലബ്ബായിട്ടുള്ള ജിയോൻബക്ക് 71 പോയിന്റുമായിട്ട് നിൽക്കുന്നു. ഉൾസാൻ HDFC 59 പോയിന്റ്, കവാസാക്കി ഫ്രണ്ടോലെ 58 പോയിന്റ്, പൊഹാങ് സ്റ്റീലേഴ്സ് 48 പോയിന്റ്, അൽ നസർ 46 പോയിന്റ്, യോക്കോഹാമ മറൈനോസ് 37 പോയിന്റ്. ഇതാണ് റാങ്കിങ് പാത്വേയിലുള്ളത്. അപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല റാങ്കിങ് പാത്വേയിലൂടെ അൽ നസറിന് കയറുക എന്നുള്ളത്. അൽ നസറിന് ആ പറയുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് 2025 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടാനുള്ള വഴി എന്ന് പറയുന്നത് ഇത്തവണത്തെ AFC ചാമ്പ്യൻസ് ലീഗിൽ വിജയികളാകുക, കിരീടം ചൂടുക എന്നുള്ളതാണ്. അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ എന്തായാലും ഉറ്റുനോക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി ആ ചാമ്പ്യൻസ് ലീഗ് കളിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. നെയ്മർ എന്തായാലും അൽ ഹിലാലിലാണ് തുടരുന്നതെങ്കിൽ അദ്ദേഹം അവിടെ വേൾഡ് കപ്പ് കളിക്കാനുണ്ടാവും. ക്രിസ്ത്യാനോ ഉണ്ടാവുമോ കാത്തിരിക്കണം. അതുപോലെ ലിയോ മെസ്സിയുടെ ടീമായിട്ടുള്ള ഇന്റർ മയാമിക്ക് ഇതുവരെ യോഗ്യത ഒന്നും ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുമോ എന്നുള്ളതും കണ്ടറിയണം. ഇവരെല്ലാവരുമുള്ള ഒരു മികച്ച വേൾഡ് കപ്പ് കാണാനാണ് ആരാധകർക്ക് ഇഷ്ടം. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.